ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ലെസൺ ആണ്. ഫോറിൻ ലാൻഡ്സ് എന്നാണ് ഈ ലെസണിൻ്റെ പേര്. ഇതൊരു പോമാണ്. അതും അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസുമാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഡു യു റിമെമ്പർ യുവർ എക്സ്പീരിയൻസ് വെൻ യു ലുക്ക്ഡ് ഔട്ട് ഓഫ് യുവർ ഹോം ടു സീ ദ സൈറ്റ്സ് ഔട്ട്സൈഡ്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറം കാഴ്ചകൾ കാണാനായിട്ടുള്ള നിങ്ങൾ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹിയർ ഈസ് എ പോയം അബൌട്ട് എ ചൈൽഡ് ഹു ട്രൈഡ് ടു ലുക്ക് ഔട്ട്. ഇവിടെ നമുക്ക് അത്തരത്തിലൊരു പോയത്തിൽ പറയുന്നത് ഒരു കുട്ടി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ ആ കുട്ടി എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് ഈ പോയത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഫോറിൻ ലാൻഡ്സ് എഴുതിയത് ആരാണ്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് കേട്ടോ. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ I held the trunk with both my hands and looked abroad on foreign lands. I saw the next door garden lie, adorned with flowers before my eye, and many pleasant places more that I had never seen before. I saw the dimpling river pass, and be the sky's blue looking glass, the dusty roads go up and down, with people tramping into town. If I could find a higher tree, farther and farther I should see, to where the grown-up river slips into the sea among the ships, to where the road on either hand led onward into fairyland, where all the children dine at 5 and all the playthings come alive. എന്താണ് പോയത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഓരോ സ്റ്റാൻസയായിട്ട് നോക്കാം. അപ്പ് ടു ദ ചെറി ട്രീ ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ I held the trunk with both my hands and looked abroad on foreign lands. Up into the cherry tree. ചെറി ട്രീയുടെ മുകളിലേക്ക് കയറുകയാണ്. Who should climb but little me? എന്താണ്, ആർക്കാണത് കയറാൻ കഴിയുക? But little me, എനിക്ക് കഴിയുമോ എന്നൊരു സംശയമാണ് കുട്ടിക്ക്. I held the trunk with both my hands. ആ മരത്തിൻ്റെ ട്രങ്ക്, അതിൻ്റെ തടി എന്താണ്, ഞാൻ എൻ്റെ 2 കൈകളും കൊണ്ട് മുറുകെ പിടിച്ചു. And looked abroad on foreign lands. അങ്ങനെ ദൂരേക്ക് ഫോറിൻ ലാൻഡ്സ് എന്നതുകൊണ്ട് ഇവിടെ അറിയാത്ത നഗരം അല്ലെങ്കിൽ വിദേശ രാജ്യം എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താണ്, നമുക്കറിയാത്ത ചുറ്റുപാടുണ്ടല്ലോ, നമ്മളറിയാത്ത ആ ചുറ്റുപാടിലേക്ക് അല്ലെങ്കിൽ ദൂരെയുള്ള ആ ചുറ്റുപാടിലേക്ക് ഞാൻ നോക്കി. I saw the next door garden lie, adorned with flowers before my eye, and many pleasant places more that I had never seen before. ആദ്യം എന്താ കണ്ടത്? I saw the next door garden lie. അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം കിടക്കുന്നത് കണ്ടു. അഡോൺ വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ. എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും തരത്തിലുള്ള പൂക്കളെ കൊണ്ട്, അഡോൺഡ് എന്ന് വെച്ചാൽ അലങ്കരിക്കപ്പെട്ട, അത്രയും പൂക്കളെ കൊണ്ട് അലങ്കരിച്ച ഒരു ഗാർഡൻ കണ്ടു. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ്, അതുപോലെ ഒരുപാട് സന്തോഷം തരുന്ന സ്ഥലങ്ങൾ. പ്ലസൻറ്റ് എന്ന് വെച്ചാൽ സന്തോഷം തരുന്ന അല്ലെങ്കിൽ സന്തോഷകരമായ സ്ഥലങ്ങൾ കണ്ടു. മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഞാനതിന് മുൻപ് കണ്ടിട്ടില്ലാത്ത അത്രയ്ക്കും മനോഹരമായ അല്ലെങ്കിൽ അത്രയും സന്തോഷം തരുന്ന സ്ഥലങ്ങൾ കണ്ടു. എങ്ങനെയാണ് കാണുന്നത്? ചെറി ട്രീയുടെ മുകളിൽ കയറിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ പറയുന്നത്. I saw the dimpling river pass and be the sky's blue looking glass, the dusty roads go up and down with people tramping into town. അതുപോലെ അടുത്തത് എന്താ കണ്ടത്? I saw the dimpling river pass. ഡിംപിൾ എന്ന് വെച്ചാൽ എന്താണ്? നുണക്കുഴിക്കാണ് നമ്മൾ ഡിംപിൾ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഡിംപ്ലിംഗ് എന്ന് വെച്ചാൽ അതുപോലെ കുഴിഞ്ഞിരിക്കുന്ന ഒരു നദി അല്ലെങ്കിൽ ആഴമേറിയ ഒരു നദി. പല ആകൃതിയിലായിരിക്കും അല്ലേ നദികളും പുഴകളൊക്കെ ഒഴുകുന്നത്. അപ്പോൾ അവിടെ ആഴമേറിയ ഭാഗങ്ങളുണ്ടായിരിക്കും, ഗർത്തങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ അതൊരു കുഴിയായിട്ട് ഇങ്ങനെ തോന്നുകയാണ് ആ കുട്ടിക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുഴി പോലെയുള്ള ഒരു നദിയെ കണ്ടു. അതുപോലെ നല്ല നീല ഗ്ലാസ് പോലെയുള്ള തെളിഞ്ഞ ആകാശം കണ്ടു. പിന്നെ അതുപോലെ എന്താ കണ്ടത്? ഡസ്റ്റി റോഡ്, പൊടി പിടിച്ച റോഡ്. ഗോ അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴേക്കും, അതായത് കയറ്റവും ഇറക്കവും ഒക്കെയുള്ള പൊടി പിടിച്ച റോഡ് കണ്ടു. എങ്ങനെയാണ് റോഡ് പൊടി പിടിച്ചിരിക്കുന്നത്? വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. ആ ടൗണിലേക്കൊക്കെ, പട്ടണത്തിലേക്കൊക്കെ ട്രാമ്പിങ് എന്ന് വെച്ചാൽ വളരെ തിരക്ക് കൂട്ടി ധൃതി പിടിച്ച് ചവിട്ടി മെതിച്ചു പോവുക എന്നാണ്. ചവിട്ടി മെതിച്ച് എന്നാണ് ട്രാമ്പിങ് എന്ന് വെച്ചാൽ അർത്ഥം.
അപ്പോൾ ധൃതി പിടിച്ച് അല്ലെങ്കിൽ തിരക്ക് കൂട്ടി പോകുന്ന ആളുകൾ, ആ ആളുകൾ ഇങ്ങനെ തിരക്ക് കൂട്ടി കൂട്ടത്തോടെ നടന്നു പോകുമ്പോൾ പൊടി ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ പൊടി പിടിച്ച റോഡുകൾ കണ്ടു. If I could find a higher tree farther and farther, I should see to where the grown-up river slips into the sea among the ships. ഇനി എന്താ കുട്ടി പറയുന്നത്? ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, ഇതിലും വലിയൊരു മരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതിലും ഉയരത്തിൽ എനിക്ക് കയറാമായിരുന്നു. അങ്ങനെ ഫാർദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സി, ഒരുപാട് കുറച്ചുകൂടെ ദൂരത്തേക്കുള്ള കാഴ്ചകളും എനിക്ക് കാണാമായിരുന്നു. എന്തിനാണ് ഇനിയും ദൂരെയുള്ള കാഴ്ചകൾ കാണുന്നത്? ടു വേർ ദ ഗ്രോൺ അപ്പ് റിവേഴ്സ് സ്ലിപ്സ്, എങ്ങോട്ടാണ് ഈ നദികൾ ഒഴുകി ഒഴുകി വലിയ നദികളായി പോകുന്നത്? ഇൻ ടു ദ സീ അമംഗ് ദ ഷിപ്സ്, കപ്പലുകളൊക്കെ ഓടുന്ന കടലിലേക്ക് അല്ലെ, എല്ലാ നദികളും കൂടി ചേർന്ന് കടലിലേക്കാണ് എത്തുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ദൂരേക്ക് കണ്ടാൽ കടലിൽ കപ്പലുകൾ പോകുന്നതൊക്കെ കുട്ടിക്ക് കാണാമായിരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. To where the road on either hand lead onward into fairyland, where all the children dine at 5 and all the playthings come alive. പിന്നെന്തൊക്കെയായിരുന്നു? കുറച്ചുകൂടെ ദൂരം ഉയരത്തിലുള്ള മരമായിരുന്നെങ്കിൽ എന്തൊക്കെ കാണാമെന്നാണ് കുട്ടി പറയുന്നത്? രണ്ട് റോഡുകൾ കൂടിച്ചേർന്ന്, ഇരു റോഡുകൾ കൂടിച്ചേർന്നിട്ട് ഒരു ഫെയറി ലാൻഡിലേക്കാണ് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മായാലോകത്തിലേക്കാണ് എത്തുന്നത്. ആ മായാലോകം തനിക്ക് കാണാമായിരുന്നു. മായാലോകത്തിന്റെ പ്രത്യേകത എന്താ പറയുന്നത്? ആ മായാലോകത്തിൽ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5, 5 മണിയാകുമ്പോഴേക്ക് കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ള മായാലോകം. നമ്മളൊക്കെ സാധാരണ രാത്രി ഭക്ഷണം കഴിച്ചാണല്ലേ ഉറങ്ങാറ്. അപ്പോൾ അവിടെ എന്താണ്, 5 മണിയാകുമ്പോഴേക്ക് കുട്ടികളൊക്കെ ഡൈൻ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു എന്താ പറയുക റുട്ടീനുള്ള ലാൻഡാണ് ആ ഫെയറി ലാൻഡ്. ആ ഫെയറി ലാൻഡ് എനിക്ക് കാണാം. ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ്. ഫെയറി ലാൻഡിലെ മറ്റൊരു പ്രത്യേകത എന്താണ്? എല്ലാ കളി സാധനങ്ങളും, എല്ലാ പ്ലേ തിങ്സും, എല്ലാ കളിപ്പാട്ടങ്ങളും എന്താണ്? ജീവനുള്ള കളിപ്പാട്ടങ്ങളാണ്. അപ്പം മായാലോകത്ത് അല്ലെങ്കിൽ ഒരു ഫെയറി ലാൻഡിൽ, ആ ഒരു മായാലോകത്ത് കുട്ടിയുടെ സങ്കല്പത്തിൽ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും, എല്ലാ ടോയ്സൊക്കെ ജീവനുള്ള ടോയ്സാണ്. അപ്പം അങ്ങനെയുള്ള ഫെയറി ലാൻഡും എനിക്ക് കാണാമായിരുന്നു എന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രത്യാശയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പോയ മക്കൾക്ക് മനസ്സിലായോ? ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസ്, ആക്ടിവിറ്റീസ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 1. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്? ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്നതുകൊണ്ട് പോയറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? When the poet says looked abroad on foreign lands, here foreign lands describe the unfamiliar and exciting views the child sees from the cherry tree, which are new and different from her usual surroundings. ഇവിടെ ഫോറിൻ ലാൻഡ്സ് എന്നതുകൊണ്ട് വിദേശ നാടുകൾ എന്നല്ല അർത്ഥമാക്കുന്നത്. പകരം ഈ കുട്ടിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ചുറ്റുപാട്, അതിനെയാണ് ഇവിടെ ഫോറിൻ ലാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Question 2. How was the child able to see places never seen before? കുട്ടി താൻ മുന്ന് കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടിക്ക് കാണാനായിട്ട് സാധിച്ചത്? The child was able to see places never seen before by climbing the cherry tree, which allowed them to look over their home and see the world outside. കുട്ടിക്ക് തൻ്റെ വീടിനടുത്തുള്ള ചെറി ട്രീയിൽ കയറി, അതിന് മുകളിൽ കയറിയിട്ടാണ് തനിക്ക് കാണാൻ കഴിയാത്ത സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചത്. Question 3. What did the child see from the tree? മരത്തിന് മുകളിൽ കയറിയിട്ട് കുട്ടി എന്തൊക്കെയാണ് കണ്ടത്? From the tree, the child saw the next door garden adorned with flowers, pleasant places they had not seen before, the river passing by and the dusty road with people tramping into town. കുട്ടിക്ക് എന്തൊക്കെ കാണാൻ സാധിച്ചു? തനിക്ക് അടുത്തുള്ള ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം, പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയ ഒരു ഗാർഡൻ കാണാൻ സാധിച്ചു. അതുപോലെ റിവർ കാണാൻ സാധിച്ചു. പിന്നെ കുഴിഞ്ഞ നദികൾ അത് കാണാൻ സാധിച്ചു. പിന്നെ അതുപോലെ ആളുകൾ റോഡിലേക്ക്, പൊടി പിടിച്ച റോഡിലൂടെ നടന്നു പോകുന്നത് കാണാൻ സാധിച്ചു. അപ്പ് ആൻഡ് ഡൗൺ ഉള്ള റോഡുകൾ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണർത്തുന്ന സ്ഥലങ്ങളും കാണാനായിട്ട് സാധിച്ചു. Question 4. Why does the poet say that the river is the sky's blue looking glass? അങ്ങനെ പറയാൻ റിവറിനെ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്നാണ് പോയറ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്ത്? The poet says that the river is the sky's blue looking glass because when the river is still and clear, it reflects the blue color of the sky, mirroring its appearance. കാരണം എന്താണ്? ആകാശം
തെളിഞ്ഞ നീല നിറത്തിലുള്ള ആകാശം. ഈ ആകാശം പുഴ വളരെ ക്ലിയറും അതുപോലെ ഇളക്കമില്ലാതെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ, ആ ആകാശത്തിൻ്റെ പ്രതിഫലനം നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? പുഴയിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ തെളിഞ്ഞ ഒരു നീല ഗ്ലാസ് പോലെ തന്നെ ആയിരിക്കും ഈ പുഴയും കാണുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ആകാശത്തിൻ്റെ ഒരു മിററിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 5. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? ഗ്രോൺ അപ്പ് റിവർ എന്ന് പറയാൻ കാരണം എന്താണ്? ബൈ ഗ്രോൺ അപ്പ് റിവർ മീൻസ് ദാറ്റ് ദ റിവർ ബിക്കംസ് ലാർജർ ആസ് ഇറ്റ് ഫ്ലോസ് ഫർദർ അവേ ഫ്രം ദ ചൈൽഡ് സറൗണ്ടിങ്സ് ബൈ ജോയിനിങ് വിത്ത് അതർ സ്ട്രീംസ് ടു ബിക്കം എ ലാർജർ ബോഡി ഓഫ് വാട്ടർ. കാരണം പുഴ അങ്ങനെ ഒഴുകി ഒഴുകി രണ്ടായി പിരിഞ്ഞ്, അല്ലെങ്കിൽ രണ്ട് പുഴകൾ പിരിഞ്ഞു വന്ന രണ്ട് പുഴകൾ കൂടിച്ചേർന്ന് വീണ്ടും വലിയ പുഴയായിട്ട് നേരെ അങ്ങനെ കടലിലേക്ക് എത്തിച്ചേരുകയാണല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ അരുവികൾ കൂടിച്ചേർന്ന് നദികളാവുന്നു. അപ്പം അങ്ങനെ വലുതാവുന്ന നദിയെയാണ് ഗ്രോൺ അപ്പ് റിവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 6. ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ്? കുട്ടിക്ക് കടലിനെയും കപ്പലുകളെയും കാണാനായിട്ട് എങ്ങനെ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. To see the sea and ships, the child climbed a higher tree that allowed them to see even farther and their current viewpoint. കുറച്ചുകൂടെ വലിയ മരം കിട്ടിയാൽ ആ മരത്തിൽ കയറിയാൽ കുറച്ചുകൂടെ ദൂരെയുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ കടലുകളെയും കപ്പലുകളെയും കാണാമെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ 7. വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? ഫെയറി ലാൻഡിൽ അല്ലെങ്കിൽ മായാലോകത്തിൽ എന്തൊക്കെ തനിക്ക് കാണാമെന്നാണ് കുട്ടി പ്രതീക്ഷിക്കുന്നത്? The child expects to find a magical place in fairyland where all the children dine at 5 and all the playthings come alive, indicating a place of enchantment and imagination. എങ്ങനെയാണ് ആ ഫെയറി ലാൻഡിൽ എന്തായിരിക്കും എന്നാ കുട്ടി പ്രതീക്ഷിക്കുന്നത്? അവിടെയുള്ള കുട്ടികളൊക്കെ 5 മണിക്ക് ഭക്ഷണം കഴിക്കുകയും അതുപോലെ എല്ലാ കളിസാധനങ്ങളും ജീവനുള്ള കളിസാധനങ്ങളായിരിക്കും, എല്ലാ ടോയ്സൊക്കെ ജീവനുള്ളതായിരിക്കും. ഇങ്ങനെയുള്ളൊരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു മായാലോകത്തെക്കുറിച്ചാണ് കുട്ടി അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് കുട്ടി പ്രതീക്ഷിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8. വെൻ ഡു പ്ലേ തിങ്സ് കം അലൈവ്? എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് പ്ലേ തിങ്സ് അലൈവായിട്ട് ജീവനുള്ളതായിട്ട് മാറുന്നത്? The playthings come alive in the child's imagination in fairyland, a place where the ordinary becomes extraordinary and toys seem to have a life of their own. കുട്ടിയുടെ ഭാവനാലോകത്തിലുള്ള ഫെയറി ലാൻഡിലാണ് ടോയ്സിന് ജീവൻ വെക്കുന്നത്. അവിടെ എന്താണ് സാധാരണയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സാധാരണ കാര്യങ്ങളെ പോലെ തോന്നും. അതുകൊണ്ടാണ് ടോയ്സിന് അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ജീവനുണ്ട് എന്ന രീതിക്ക് പോയറ്റ് പറയുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഫെയറി ലാൻഡിലാണ്. ആ സമയത്താണ് ടോയ്സിന് എന്താണ് ജീവൻ വെക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുട്ടിയുടെ ഭാവനാലോകത്തിൽ ചെല്ലുമ്പോഴാണ് ആ ടോയ്സിന് അല്ലെങ്കിൽ പ്ലേ തിങ്സിനൊക്കെ ജീവൻ വരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1. ക്വസ്റ്റ്യൻ A. The child enjoys the sights from the top of the tree. Give a description of what the child see. കുട്ടി മരത്തിന് മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ വളരെയധികം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. From the top of the cherry tree, the child enjoys a beautiful view of the world outside their home. ചെറി ട്രീക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് അവരുടെ വീടിനപ്പുറത്തേക്കുള്ള വലിയൊരു മനോഹരമായിട്ടുള്ള ലോകമാണ് കുട്ടി കാണുന്നത്. They see the next door garden, a lovely sight adorned with a variety of flowers. വ്യത്യസ്ത തരത്തിലുള്ള മനോഹരമായ പൂക്കളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു പൂന്തോട്ടം കുട്ടി കാണുന്നു. The garden appears to be a new and exciting place as the child had never seen it before. കുട്ടി മുൻപ് കണ്ടിട്ടില്ലാത്ത അത്രയ്ക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് ആ പൂന്തോട്ടം പ്രത്യക്ഷപ്പെടുന്നു. The view extends to other pleasant places previously unseen. അതുപോലെ തന്നെ ആ കാഴ്ചകൾ മുൻപ് കണ്ടിട്ടില്ലാത്ത അത്രയും സന്തോഷകരമായിട്ടുള്ള സ്ഥലങ്ങൾ കുട്ടി കാണുന്നു. ലുക്കിംഗ് ബിയോണ്ട് ദ ഗാർഡൻ, ദ ചൈൽഡ് സീസ് ദ ഡിംബ്ലിംഗ് റിവർ. പൂന്തോട്ടത്തിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കുഴിഞ്ഞ നദി അല്ലെങ്കിൽ ആഴമുള്ള ഗർത്തമുള്ള നദി കുട്ടി കാണുന്നു. ദ റിവർ റിഫ്ലക്ട്സ് ദ സ്കൈസ് ബ്ലൂ, ആക്ടിംഗ് ആസ് എ നാച്ചുറൽ മിറർ ദാറ്റ് ക്യാപ്ചേഴ്സ് ദ കളേഴ്സ് ആൻഡ് സെറനിറ്റി ഓഫ് ദ സ്കൈ. പിന്നീട് എന്താ കാണുന്നത്? ആ പുഴ, ആ റിവർ എന്ന് പറയുന്നത് എന്താണ്? ആകാശത്തിൻ്റെ തെളിഞ്ഞ ആകാശത്തിൻ്റെ ആ നീല നിറം ഒരു ഗ്ലാസ്സിൽ എന്ന പോലെ പ്രതിപദിച്ച് കുട്ടിക്ക് ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിപദിച്ച് കാണുന്നു. The dusty roads stretching out in both directions are bustling with people making their way into town. ആളുകൾ
ടൗണിലേക്ക് പോകുന്ന അവരുടെ വഴികളിൽ ടൗണുകളിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിൽ എന്താണ് റോഡുകൾ, പലതരത്തിലുള്ള റോഡുകൾ കൂടിച്ചേർന്നതാണ്, വ്യത്യസ്ത തരത്തിലുള്ള റോഡുകൾ കൂടിച്ചേർന്നതാണ്, പൊടി പിടിച്ച റോഡുകളാണ്. വളരെ തിരക്ക് കൂട്ടി ആളുകൾ പോകുന്ന ആ പൊടി പിടിച്ച റോഡുകളെ കുട്ടി കാണുന്നു. ദ ചൈൽഡ് ഡ്രീംസ് ഓഫ് ഫൈൻഡിങ് എ ട്രീ ഈവൻ ടോളർ ദാൻ ദ ചെറി ട്രീ, വൺ ദാറ്റ് വുഡ് അലോ ദം ടു സീ ഈവൻ ഫാദർ. കുട്ടി പിന്നീട് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ സ്വപ്നം കാണുന്നു? ഇതിനേക്കാളും, ഈ ചെറി ട്രീയേക്കാളും വലിയ മരം കിട്ടിയിരുന്നെങ്കിൽ അതിലും മുകളിൽ കയറിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ദൂരെയുള്ള കാഴ്ചകൾ കാണാമെന്ന് പ്രത്യാശിക്കുകയാണ്. The see the river grow into a more substantial grown up river that eventually flows into the sea where ships glide along the water surface. എന്താണ് അവർ കണ്ട ആ നദികളൊക്കെ കുറച്ചുകൂടെ വീണ്ടും വലിയ വലിയ നദികൾ കൂടിച്ചേർന്ന് വലിയ നദിയായിട്ട് മാറി കടലിലേക്കെത്തി. ആ കടലിൻ്റെ പ്രതലത്തിലൂടെ ഒഴുകി നടക്കുന്ന കപ്പലുകളെയും തനിക്ക് കാണാമായിരുന്നു എന്ന് കുട്ടി പ്രത്യാശിക്കുകയാണ്. The roads seem to lead to a magical fairyland where all children have dine at 5 and all the playthings magically come to life. The child's view from the top of the tree is a journey into the realm of imagination where the familiar becomes fantastical and the ordinary world is transformed into a place of wonder. അതുപോലെ തന്നെ ഈ റോഡുകൾ കൂടിച്ചേർന്ന് വലിയ റോഡായി ഒരു ഫെയറി ലാൻഡിലേക്ക്, ഒരു മായാലോകത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ആ മായാലോകത്തിലെ പ്രത്യേകത എന്താണ്? കുട്ടികൾ 5 മണിക്ക് ഭക്ഷണം കഴിക്കും, അതുപോലെ എല്ലാ പ്ലേറ്റിങ്സിനും ജീവനുണ്ട്. അങ്ങനെയുള്ളൊരു മായാലോകത്തും തനിക്ക് എത്തിപ്പെടാമെന്നാണ് കുട്ടി പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഈ കുട്ടിയുടെ കാഴ്ചകളൊക്കെ എന്താവുന്നു? വലിയൊരു ഭാവനാലോകത്തിലേക്ക്, ഭാവനാത്മകമായിട്ടുള്ള ഒരു യാത്ര പോലെയാണ് തുടർന്നു പോകുന്നത്. ഈ ഭാവനാലോകത്ത് സാധാരണ കാര്യങ്ങളൊക്കെ എന്താവുന്നു? വളരെയധികം വണ്ടറായിട്ട് അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്, മാറുകയാണ് ചെയ്യുന്നത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ട്രൈഡ് ടു ലുക്ക് ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് ഫ്രം എ ട്രീ ഓർ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്? ഇഫ് യു ഹാവ്, വാട്ട് ഡിഡ് യു സീ? ഇഫ് യു ഹാവൻറ്റ്, വാട്ട് ഡു യു എക്സ്പെക്ട് ടു സീ? നിങ്ങളെപ്പോഴെങ്കിലും ഇതുപോലെ ഒരു സ്ട്രീറ്റിനെ, ഒരു തെരുവിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ വലിയ ഉയരമുള്ള മരത്തിന് മുകളിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന് മുകളിലോ നിന്ന് നോക്കി കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അവിടെ കണ്ടത്? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാണുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഐ ലുക്ക്ഡ് ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ദൂരെയുള്ള ഒരു തെരുവിലേക്ക് നോക്കി. I saw the immediate neighborhood with more clarity, including gardens, the passage of a street, and the comings and goings of people and vehicles. ഞാൻ അടുത്തുള്ള ആളുകളെ, ആളുകളെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടും, അതുപോലെ അവിടെയുള്ള പൂന്തോട്ടങ്ങളൊക്കെ കണ്ടു. പിന്നെ അതുപോലെ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന തെരുവ് അത് കണ്ടു. അതുപോലെ വാഹനങ്ങൾ പോവുകയും വരികയും ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടു. ഐ ഓൾസോ സോ ദ റൂഫ് ടോപ്സ് ഓഫ് നിയർ ബൈ ബിൽഡിങ്സ്, ദ ഹൊറിസോൺ ആൻഡ് ഈവൺ എ ഗ്ലിംസ് ഓഫ് ദ സ്കൈ ലൈൻ ഓഫ് എ സിറ്റി. അതുപോലെ ബിൽഡിങ്ങുകളുടെ റൂഫ് ടോപ്പുകൾ കണ്ടു, മുകളറ്റം അത് കണ്ടു. അതുപോലെ ഹൊറിസോൺ എന്ന് വെച്ചാൽ നമ്മളുടെ സൂര്യൻ അസ്തമിക്കുന്ന ചക്രവാളം, അതിനാണ് കേട്ടോ പറയാ. അതൊക്കെ, അതുപോലെ സ്കൈ ലൈൻ ഓഫ് എ സിറ്റി അതും കണ്ടു. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. പോയത്തിൽ നിന്നുള്ള കുറച്ച് ലൈൻസാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ, ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ. ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. The words tree and me end with the same sound. Similarly, hands and lands end with the same sound. They are rhyming words. ഈ 4 ലൈൻസിൽ ആദ്യത്തെ 2 ലൈനും എൻഡ് ചെയ്യുന്നത് നോക്കൂ, ട്രീ മീ എന്ന് 2 വേർഡ്സിലാണ് അല്ലേ. ട്രീ മീ രണ്ടും എൻഡ് ചെയ്യുന്നത് ഒരേ സൗണ്ടിലാണ്, ഈ എന്നുള്ള സൗണ്ടിൽ. ഇനി ഹാൻഡ്സ് ലാൻഡ്സ് അത് രണ്ടും എന്നുള്ള ഒരേ സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള 2 ലൈൻസിനെ പറയുന്ന പേരാണ്, ആ ലൈൻസിലുള്ള ആ 2 വേർഡ്സിനെ പറയുന്ന പേരാണ് റൈമിംഗ് വേർഡ്സ്. റൈം മീൻസ് ദ റെപ്പിറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ എ പോം. ഐഡൻറ്റിഫൈ ദ അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം ആൻഡ് സർക്കിൾ ദം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പോയത്തിൽ നിന്നുള്ള ഇതുപോലെയുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്യാനാണ്. സോ സിമ്പിളാണ്. അടുത്തടുത്ത് വരുന്ന 2 ലൈൻസിൻ്റെ സെയിം സൗണ്ട് ലാസ്റ്റിൽ എൻഡ് ചെയ്യുമ്പോൾ സെയിം സൗണ്ട് ആവുന്ന ആ 2 വേർഡ്സ് സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയുള്ള റൈമിംഗ് വേർഡ്സ് ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഹാൻഡ്സ് ലാൻഡ്സ്, ലൈ ഐ, മോർ ബിഫോർ, പാസ് ഗ്ലാസ്, ഡൗൺ ടൗൺ, ട്രീ സീ, സ്ലിപ്സ് ഷിപ്സ്, ഹാൻഡ് ലാൻഡ്,
5 alive. ഇതിലെ ബി ക്വസ്റ്റ്യൻ ലുക്ക് അറ്റ് ദ എബവ് സ്റ്റാൻസ അഗെയിൻ. ഒന്നുകൂടെ ആ 4 ലൈൻസ് നോക്കുക. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ. ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഇവിടെ ഇ എന്നുള്ള സൗണ്ടിൽ എൻ്റെ ആദ്യത്തെ 2 ലൈൻസ്, ആ 2 ലൈൻസിനെയും എ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. അതുപോലെ ഹാൻഡ്സ് ലാൻഡ്സ് എന്നുള്ള സൗണ്ടിൽ എൻ്റെ ആ 2 ലൈൻസിനെയും ബി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ 2 ലൈൻസിൽ സെയിം സൗണ്ടാണ്, ബാക്കി അടുത്തുള്ള 2 ലൈൻസിൽ ഒരു ഡിഫറെൻറ്റ് സൗണ്ടാണ്. ഇനി നേരെ മറിച്ച് ആ 4 ലൈൻസും ഇ എന്നുള്ള വേർഡ്സിലാണ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എ എ എ എ എന്നാവുമായിരുന്നു നമ്മളുടെ ഈ മെൻഷൻ ചെയ്ത ലെറ്റേഴ്സ്. ഓക്കെ, ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ദ ഫസ്റ്റ് 2 ലൈൻസ് എൻഡ് വിത്ത് ദ സെയിം സൗണ്ട് ട്രീ മീ വിച്ച് ഈസ് മാർക്ക്ഡ് എ. The third and fourth lines end with the words hands and lands. They have the same ending sound which is different from A, so they are marked B. The rhyme scheme of the poem is AABB. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും ലൈൻസ് സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ട്രീ മീ രണ്ടും ഇ എന്ന സൗണ്ടിൽ, അതുകൊണ്ട് അത് രണ്ടും എ എന്ന് മാർക്ക് ചെയ്തു. പിന്നെ തേർഡും ഫോർത്തും സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്, അത് ഇ അല്ല സ് എന്നാണ്, ഡിഫറെൻ്റ് ആണ്. സോ അത് ബി എന്ന് മാർക്ക് ചെയ്തു. അതുകൊണ്ട് ആ സ്റ്റാൻസയുടെ റൈം സ്കീം എന്ന് പറയുന്നത് AABB ആണ്. റൈം സ്കീം ഈസ് ദ പാറ്റേൺ ഓഫ് റൈംസ് ഇൻ എ പോയം. ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻസ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റാൻസയുടെ റൈം സ്കീം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ അഡോൺ വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഇപ്പോൾ ഇവിടെ ലൈ ഐ എന്നുള്ളത് സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് നമുക്ക് എ എന്ന് മെൻഷൻ ചെയ്യാം. മോർ ബിഫോർ അടുത്ത 2 ലൈൻസ് സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ ബി എന്ന് മെൻഷൻ ചെയ്യാം. സോ AABB ആണ് ഇതിൻ്റെ റൈം സ്കീം. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ പോയം. പോയത്തിലുള്ള കുറച്ച് ഒരു ലൈനാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. നോക്കൂ. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഫോറിൻ ലാൻഡ്സ് എന്താണ് വരിയുടെ അർത്ഥം നേരെ നോക്കുകയാണെങ്കിൽ എന്താണ്? വിദേശ സ്ഥലങ്ങൾ, തീരങ്ങൾ ഞാൻ കണ്ടു എന്നാണ് വരുന്നത്. പക്ഷെ അതല്ല, അതിൻ്റെ മീനിങ് വരുന്നത് കുട്ടിക്ക് അറിയാത്തൊരു സ്ഥലത്തുള്ള തൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ് നോക്കി കണ്ടു എന്നാണ് മീനിങ് വരുന്നത്. The same vowel sound is repeated in words abroad and foreign. It creates an assonance. ഇവിടെ അബ്രോഡ് ഫോറിൻ ഇതെന്താണ്? സെയിം വോവൽ സൗണ്ട് വരുന്ന വേർഡ്സ് ആണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ? ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള സെയിം വോവൽ സൗണ്ട് റെപ്പിറ്റേഷൻ വരുന്നതിനെ നമ്മൾ അസൊനൻസ് എന്നാണ് പറയുക. Repetition of vowel sounds in a line is called assonance. It is also known as vowel rhyme. Vowel rhyme എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? എ, എ, ഇ, ഒ, ഉ എന്നുള്ള സൗണ്ട്സ്, 5 സൗണ്ട്സ്, AEIOയുടെ 5 സൗണ്ട്സ്. ഈ 5 സൗണ്ട്സ് വരുമ്പോൾ അങ്ങനെ വോവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് ഈ 5 സൗണ്ട്സ് ആണ്. അതിൻ്റെ റെപ്പിറ്റേഷനാണ് അസൊനൻസ് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ് ഫോർ അസൊനൻസ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അസൊനൻസിൻ്റെ മറ്റ് എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. I saw the dimpling river pass. If I could find a higher tree. If I could find higher tree where all the children dine at 5. ഇതൊക്കെ അസൊനൻസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ്. ആറ്റ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ദ വേർഡ് പ്ലസൻറ്റ് ആൻഡ് പ്ലേസസ് അലിട്രേറ്റ്. പ്ലസൻറ്റ് സന്തോഷകരമായ, പ്ലേസസ് സന്തോഷകരമായ സ്ഥലങ്ങൾ. അപ്പോൾ ഈ വേർഡ് എന്താണ്? പ്ലസൻറ്റ് പ്ലേസസ് എന്നുള്ളത് അലിട്രേറ്റ് ആണ്, അലിട്രേഷന് എക്സാമ്പിൾ ആണ്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ ഫ്രം ദ ഫോളോയിങ് സ്റ്റാൻസേഴ്സ്. അലിട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ നമ്മൾ സെയിം വവൽ സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് പറഞ്ഞില്ലേ, അതുപോലെ സെയിം കോൺസണൻറ്റ് സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അലിട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്ലസൻറ്റ് പ്ലേസസ്, പിപ്പ് അല്ലേ, സെയിം കോൺസണൻറ്റ് സൗണ്ടാണ്. സോ അതിനുള്ള കുറച്ചുകൂടെ എക്സാമ്പിൾസ് ആണ് നോക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്. ഡിംപ്ലിംഗ് റിവറിനെ ഡിംപ്ലിംഗ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. അതുപോലെ റിവറിനെ ബ്ലൂ സ്കൈയിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. റോഡിനെ ഡസ്റ്റി റോഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. എന്താണ്? ജനങ്ങൾ ട്രാമ്പിങ്, ചവിട്ടി മെതിക്കുക എന്നാണ്. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ ഫാർദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സീ to where the grown-up river sips into the sea among the sheep, to where the road
on either hand lead onward into fairyland, where all the children dine at 5 and all the playthings come alive. അപ്പോൾ ഈ സ്റ്റാൻസുകളിലുള്ള അലിട്രേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഉള്ളത് മക്കളെ? ദ ഡസ്റ്റി റോഡ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഡസ്റ്റി റോഡിനെ ഡസ്റ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡസ്റ്റി റോഡ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ ഫാർദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സീ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതുപോലെ ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്